സാധനങ്ങൾ അവരുപയോഗിച്ചിരുന്ന കത്തികൾ, ഇതൊക്കെ വിൽക്കുന്ന കുറേ കടകളുണ്ട്, ബാറുകളുണ്ട്, റെസ്റ്റോറൻറ്റുകളുണ്ട്, നൈറ്റ് ക്ലബ്ബുകളുണ്ട്, പിന്നെ കുറച്ച് അവിടെ പൊതുസ്ഥാപനങ്ങളുണ്ട്. മനോഹരമായ സ്ട്രീറ്റ്, സുന്ദരമായിട്ട് പൂക്കൾ ഒക്കെ കൊണ്ട് അലങ്കരിച്ച, പൂച്ചെടികൾ കൊണ്ടൊക്കെ അലങ്കരിച്ച വിളക്കുകാലുകളൊക്കെയുള്ള മനോഹരമായ സ്ട്രീറ്റിലൂടെ ഓടി. പക്ഷേ നമ്മുടെ ഹോട്ടൽ ഇരിക്കുന്നത് 5th അവന്യൂവിലാണ്. അപ്പോൾ അങ്ങനെ തിരിഞ്ഞ് സ്ട്രീറ്റ് കഴിഞ്ഞ് 5th അവന്യൂവിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി എൻ്റെ ഹോട്ടലിന് മുമ്പിൽ കൊണ്ട് ഇറക്കി വിട്ടു. ആ ഹോട്ടലിൻ്റെ പേര് ഗസ്റ്റ് ഹൗസ് ഇൻ എന്നാണ്. ഈ ഡൗൺ പ്രദേശത്ത് നിന്ന് ഒരു കഷ്ടിച്ച് ഒരു 3/4 കിലോമീറ്റർ കൂടെ പോകുമ്പോഴാണ്. അവിടെ കൊണ്ട് ഇറക്കി വിട്ട് അയാൾക്ക് $22 കൊടുത്തു. അയാൾ ഹാപ്പിയായിട്ട് തിരിച്ചു പോയി. ഹാഷിം, ഞാൻ ഹോട്ടലിലേക്ക് കയറി ചെന്നു. ഹോട്ടലിൽ ഒരാളേ ഉള്ളൂ ജോലിക്കാരൻ. 3 നിലയുള്ളൊരു ഹോട്ടലാണ്. അവിടുത്തെ ഒരു ബജറ്റ് ഹോട്ടലാണ്. അമേരിക്കയിൽ ഇത്തരത്തിൽ ബജറ്റ് ഹോട്ടലുകൾ ധാരാളമുണ്ട്. ബജറ്റ് ഹോട്ടലുകൾ അല്ലെങ്കിൽ മോട്ടലുകൾ എന്നൊക്കെ അറിയപ്പെടുന്ന ഇത്തരം ഹോട്ടലുകൾ ബജറ്റ് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ളതാണ്. പക്ഷേ ഇത് സ്ഥലം അലാസ്കയാണ്. എത്ര ബജറ്റ് എന്ന് പറഞ്ഞാലും ഹോട്ടൽ നിരക്കൊക്കെ ഭയങ്കര കൂടുതലാണ്. പ്രത്യേകിച്ച് സമ്മറിലെ ഇവർക്ക് ബിസിനസ് ഉള്ളൂ. ഈ സമ്മർ കാലം എന്ന് പറഞ്ഞാൽ കൂടിപ്പോയ ഒരു 3 അല്ലെങ്കിൽ 4 മാസമേ ഉള്ളൂ. ഈ 3 മാസം കൊണ്ട് ഒരു വർഷത്തേക്കുള്ള വരുമാനം ഉണ്ടാക്കണം ഇവർക്ക്. ആ സമയത്താണ് ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് ഒഴുകിയെത്തുന്നത്. ആ സമയത്ത് വേണം ഇവർക്ക് അടുത്ത ഒരു വർഷം ഓടാനുള്ള വരുമാനം ഉണ്ടാക്കാനുള്ളതുകൊണ്ട് ആംഗ്രേജിന്റെ ഡൗൺ ടൗൺ ഏരിയയിലെ പ്രധാന ഹോട്ടലുകൾ, വലിയ ഹോട്ടലുകൾക്കെല്ലാം 25,000 രൂപയ്ക്ക് മുകളിലാണ് ഒരു രാത്രിക്ക് വാടക.